നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാ? പണിയ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾ കൃഷിയായിരുന്നോ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷി? ഞങ്ങൾക്ക് കൃഷി എന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ലല്ലോ. ആർക്കെങ്കിലും വല്ല ചെട്ടിമാർക്കോ നായന്മാർക്കോ കൃഷി ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്ന സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ട് പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അപ്പോ പണ്ട് നിങ്ങൾ വന്യമൃഗങ്ങളെയൊക്കെ എങ്ങനെയാ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്? വന്യമൃഗങ്ങളെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഈ നമുക്കൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അത് ആരുടെയെങ്കിലും പറമ്പിൻ്റെ ഒരു മൂലയ്ക്കായിരിക്കും കുടിൽ കെട്ടി തന്നിട്ട് അവർക്ക് പണിയെടുക്കുന്ന ആളുകളായിരുന്നല്ലേ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ പരിസരത്ത് കുടിൽ വരികയാണെങ്കിൽ ഈ ചൂട്ടും പന്തമൊക്കെ കെട്ടും. ഈ പന്തമൊക്കെ കെട്ടി പിന്നെ അതിൻ്റെ അടുത്തേക്ക് എടുത്തെറിയും. അന്ന് ഈ പടക്കവും ഇതൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചൂട്ടും ഇതെല്ലാം കൂടെ കെട്ടി പിന്നെ ഞങ്ങളിങ്ങനെ അതിന് എറിയും. വേദനിപ്പിക്കില്ല. അതിൻ്റെ അടുത്തേക്ക് തെറിയുമ്പോൾ ഇത് പോവും. പിന്നെ അന്ന് ഈ പുലി ശല്യം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല. പുലിയുടെ ഒരു ശല്യം അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആനയുടെ ശല്യം ഇടയ്ക്ക് വരും. വയലിലാണെങ്കിൽ ഈ ചെട്ടിമാരുടെയൊക്കെ വയലിൽ കാവിൽ കിടക്കാൻ വേണ്ടി ഒരു മാടം പോലെ കിട്ടും. ഏർമാടല്ല ശരിക്കും പറഞ്ഞാൽ ഏർമാടം എന്ന് പറയാം. ഏർമാടം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിലാണ്. ഇത് പള്ളി എന്ന് പറയും ഞങ്ങളതിനെ. അവിടെ കെട്ടി അതിൻ്റെ മുകളിൽ താമസാക്കിക്കൊണ്ട് പിന്നെ തീ കത്തിച്ച് അതിൻ്റെ മുകളിൽ തന്നെ തീ കത്തിക്കും, അടിയിലും തീ കത്തിക്കും. അങ്ങനെ കാവിൽ കിടക്കുക എന്ന് പറയും. 8ഉം 10ഉം എണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ. പല സ്ഥലത്തായിട്ടാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ തീക്കുളി എടുത്ത് എറിഞ്ഞും പന്തം കത്തിച്ചെറിഞ്ഞിട്ടൊക്കെയാണ് ഇതിനെ പോയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പോകുന്ന ആന പിന്നെയും വന്നുകൊണ്ടിരിക്കില്ല, തിരിച്ചു വരില്ലേ? ചില ആനകൾ ഒറ്റയാനൊക്കെ തിരിച്ചു വരും. ചില മറ്റുള്ളതൊക്കെ ചിലപ്പോൾ കൈ കൊട്ടിയാലൊക്കെ ഓടുന്ന ആനകൾ കൂട്ടാനയൊക്കെ അങ്ങനെ ഓടിപ്പോവും. അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും കുറച്ച് ഗൗരവമുള്ളവൻ. അവൻ തിരിഞ്ഞും നിൽക്കും. പക്ഷെ അവനീ ഓടിക്കും. ഓക്കെ. പിന്നെ വേറെ മറ്റു മൃഗങ്ങളുടെ ശല്യം എന്തൊക്കെ ഉണ്ടായിരുന്നു? ആന ഒന്ന്, മറ്റേ മാനോ അല്ലെങ്കിൽ കാട്ടുപന്നിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? മാനിൻ്റെ ഒന്നും ശല്യം നമുക്കൊരു ശല്യമായിട്ടേ തോന്നിയിട്ടില്ല. കാട്ടുപന്നിയുടെ ശല്യം അന്ന് നമുക്ക് പരമാവധി കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ചേമ്പ് നട്ടു വെക്കുക. അത് വന്ന് ഇത് കുത്തിപ്പോവും. അത് മാത്രം. അത് കുത്തിപ്പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം മുമ്പ് ഒന്ന് കുത്തിപ്പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തയ്യാറായി നിൽക്കും പിന്നെ ഓടിക്കാൻ വേണ്ടി. ഒന്ന് കമ്പിയോ മറ്റു സൗകര്യങ്ങളോ പടക്കോ ഒന്നും നമുക്കില്ലല്ലോ. അങ്ങനെ പിന്നെ പന്തം കത്തിച്ച് വെക്കും. മണ്ണെണ്ണയില്ല. പന്തം കത്തിച്ചിങ്ങനെ വെച്ചു. ഇയാൾ വരുമ്പോഴത്തേക്കും ഈ കച്ചിയും കരിയിലേത് വാരി കെട്ടി വെച്ചിട്ടാണ് പന്തത്തിൻ്റെ അകത്ത് കെട്ടി വെച്ചിട്ട് ഞങ്ങൾ വെക്കുക. ഇത് വരുമ്പോൾ കത്തിച്ച് ചിലപ്പോൾ അവിടെ വയ്ക്കും. പിന്നെ പാട്ട കെട്ടിയിട്ടുണ്ടാവും. വള്ളി വലിച്ചിട്ട് പാട്ട കെട്ടും. പാട്ട ഇങ്ങനെ കെട്ടി തൂക്കി വെക്കും. അതിൻ്റെ അകത്ത് പാട്ടയുടെ അകത്ത് ഒരു വടി ഇങ്ങനെ കെട്ടി തൂക്കി വെക്കും. അപ്പോൾ വള്ളി അനങ്ങുമ്പോൾ ഇത് ഒച്ച കേൾക്കും. ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഓടിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുരങ്ങൊന്ന് ശല്യമായിരുന്നോ? കുരങ്ങ് ശല്യമായിരുന്നു. പണ്ട് ശല്യമായിരുന്നു. ശല്യമായിരുന്നു. അപ്പൊ അത് ഇത്രയില്ല. അപ്പൊ പിന്നെ അതെങ്ങനെയാ കുരങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? കുരങ്ങിനെ ചെറിയ മറ്റു മണ്ണൂരിട്ടിട്ടൊരു ഇതുണ്ടാക്കും. വെച്ചിട്ട് അതിനെ ഒരെണ്ണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും കൊണ്ടാകും പൊക്കോളും. മൂപ്പെടുത്താൻ കൊടുത്താൽ മതി. മൂന്ന് കൊടുക്കൊണ്ട് പോയിക്കോളും. അങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്യമൃഗശല്യം ഉണ്ടോ? ഇപ്പൊ അതേ ഉള്ളൂ ഇവിടെ. അതേ ഉള്ളൂ. എന്ത് സാധനം നട്ടു വെച്ചാലും കുഴിച്ചു വെച്ചാലും അത് ഞങ്ങൾക്കത് തരികയല്ല. തൊട്ടടുത്ത് നല്ല ഒരു കടുവനെ കഴിഞ്ഞ വർഷം പിടിച്ചത്. പിന്നെ ഒരെണ്ണം അവിടെ ചത്തു വരുന്നു അതല്ലേ? ഒരെണ്ണം അവിടെ ചത്തു. ഏതൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പൊ ഇവിടെ ഉണ്ട്? ആനയുണ്ടോ? ആനയുടെ ശല്യം ആന ഒരു മിക്ക ദിവസങ്ങളിലും ആന ഇവിടെ വരും. ഇന്നത്തെ സീസൺ ആയതിന്റെ ചക്കയും മാങ്ങിയാവുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ പറമ്പിൽ കയറി എല്ലാ പറമ്പുകളിലും കയറിയായി ഒക്കെ അവൻ കടിച്ച് പറിച്ചെല്ലാം തിന്നങ്ങ് പോകും. പിന്നെ പന്നി, കാട്ടുപന്നി? ഇപ്പൊ മാനിന്റെ ശല്യം ഭയങ്കരമായിട്ടാണ് ഇവിടെ. ഇപ്പൊ പോയാൽ കാണാൻ പറ്റും. എന്റെ മേലത്തെ പറമ്പില് ലൈറ്റിന്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇതുങ്ങൾ കൂടും. കാപ്പിത്തോട്ടത്തിന്റെ അകത്ത് നേരം വെളുക്കുമ്പോ കടന്നു പോയി. നാളെയാകുമ്പോഴത്തേക്ക് കാട്ടിൽ ഇക്കരക്ക് കയറും. ഒരു 500 എണ്ണം ഉണ്ടാവും. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ ഇതിന് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരു പറമ്പിൽ ആന കയറിയാൽ മറ്റു തൊട്ടയിൽ വക്കത്തുള്ളവന് സഹായിക്കാത്തൊരു സംവിധാനം ഉണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ അല്ലെങ്കിൽ ഒരു വന്യമൃഗം വന്ന് അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഒന്ന് കൂകാനോ ഓടിക്കാനോ ആരും സഹകരിക്കാത്ത ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഇപ്പോൾ പണ്ടങ്ങനെയല്ല.
ഒരു സ്ഥലത്ത് ആന വന്ന് എല്ലാവരും കൂടെ പാട്ടയും കുട്ടി ഓടിക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാവരും കൂടെ ഇവിടെ സംഘടിക്കേണ്ട ഒരു മാർഗവും ഇല്ല. നിയമം മാറ്റേണ്ടതുണ്ടോ? വൻ സംരക്ഷണ നിയമം തീർച്ചയായിട്ടും ഈ നിയമം മാറ്റണമല്ലോ. കാരണം ഈ നിയമം വെച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ ഗവൺമെന്റുകളും കോടതികളും. പക്ഷെ അവർ ഈ നിയമത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുകയും മനുഷ്യ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതിരിക്കും ചെയ്യുക എങ്ങനെ ശരിയാവും? എങ്ങനെ നിയമം മാറ്റേണ്ടത് എന്തൊക്കെ? നിയമത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? വ്യത്യാസം വേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പൊ കൊയ്യരാ മക്കൾ വ്യത്യാസം വേണ്ടത് മക്കളെ നിയമത്തിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, മനുഷ്യന്റെ ജീവനും സ്വത്തും അതും സംരക്ഷിക്കപ്പെടണം, ആർക്കും കോട്ടം വരരുത്. പക്ഷെ അതിന് കാടും നാടും തരംതിരിക്കുന്ന സംവിധാനം തന്നെ നിർബന്ധമാണ്. എന്താണ് അതിനൊരു താമസം? എന്താ പ്രശ്നം? നമ്മളിവിടെ ഫെൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ? എന്നിട്ട് എന്താ പ്രശ്നം? എന്താ വെച്ചാൽ അതെല്ലാം മറികടന്നിട്ടാണല്ലോ അത് മറികടന്നാണ് വരുന്നത്. ഫെൻസിങ് നിലവിലുണ്ടായിട്ടും അതിനെ മറികടന്ന് ആന വരണമെങ്കിൽ അതിന് അത്രയും ശക്തിയുള്ളതല്ലേ നമ്മൾ കണക്കാക്കുക. നല്ല സംവിധാനം വേണ്ടേ ഇവിടെ? തൂക്കുവേലിയൊക്കെ ഇല്ലേ ഇവിടെ? തൂക്കുവേലി ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ തൂക്കുവേലി അത്ര ഗൗരവമുള്ളതല്ല. ചാമപ്പാറ ആ ഭാഗത്തൊക്കെ തൂക്കുവേലി ഉണ്ട്. എൻ്റെ ഭാര്യ ഇവിടെയൊക്കെ പുറമ്പോക്കിലാണ്. അവിടെ തൂക്കുവേലി ഉള്ളത് കൊണ്ടാണ് കർണാടക ഫോറസ്റ്റ് തൊട്ടിട്ട് ഇക്കരെ ഒരു പുഴ കയറിയാൽ ഇവരുടെ പറമ്പിലേക്ക് എത്തി. അപ്പോൾ അതിന് തൂക്കുവേലിയാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. തൂക്കുവേലി വേറൊരു സംവിധാനം കൂടി നല്ലതായിരിക്കും. തൂക്കുവേലിക്കൊപ്പം തന്നെ ഇച്ചിരി വില ഉള്ള, ഇപ്പൊ തൂക്കുവേലിയുള്ള സമയത്ത് കറണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് ലൈനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തട്ടിയിട്ട് മടങ്ങി പോകും. അത് പോകുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഇവന് കയറി വരാമല്ലോ. അപ്പൊ അതിനൊരു സംവിധാനം കൂടി വേണം. എന്ത് സംവിധാനമാണ് വേണ്ടതെന്ന് മൊത്തത്തിലിരുന്ന് ആലോചിക്കുന്നത്. അത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാ ആയിക്കോട്ടെ.